നമസ്കാരം. രണ്ടാം വർഷ ഫിസിക്സ് പഠന പരമ്പരയുടെ രണ്ടാം അധ്യായത്തിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. കാരണം അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് ബീക്കറുകൾ വെച്ചിട്ടുണ്ട്. രണ്ട് ബീക്കറുകൾ തമ്മിൽ ഒരു പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും രണ്ടിലും വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ ബീക്കറിൽ നിന്ന് വെള്ളം കൃത്യമായും താഴത്തെ ബീക്കറിൽ എത്തിച്ചേരും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, തിരിച്ച് എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ തിരിച്ചെത്തിച്ചേരണമെങ്കിൽ കൃത്യമായും ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ വർക്കുണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് വാട്ടറിന് അവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് വാട്ടറിന് പോകേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സിമിലർ കേസ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കൂ, ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, അതിൻ്റെ പോക്ക് ഈ ഡയറക്ഷനിലാണ്. സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇ എന്ന് പറഞ്ഞാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ദർ ആർ 2 points എ ആൻഡ് ബി ഇൻസൈഡ് ദി ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ കൃത്യമായി നിങ്ങൾക്കറിയാം ഇങ്ങോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് എപ്പോഴും നമുക്കറിയാം F=QE ആണ്. അപ്പോൾ ഇയുടെ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ക്യൂ എന്ന് പറഞ്ഞ ചാർജാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ എപ്പോഴും ഇയുടെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ചാർജ് ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്ത് എയിലെത്തുമ്പോൾ കൃത്യമായും ആ വർക്കായിരിക്കും ഇതിനിടയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് അവിടെ മെഷർ ചെയ്യപ്പെടുന്നു. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ VA എന്നും ഇവിടുത്തെ പൊട്ടൻഷ്യൽ VB എന്നും നമുക്ക് എടുക്കാം. സോ ബിയിൽ നിന്ന് എ വരെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഫോഴ്സിന് എതിരായിട്ട് വർക്ക് ചെയ്ത് എയിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വർക്കായിരിക്കും എപ്പോഴും measured as the electric potential difference between these 2 points. So the electric potential difference VA minus VB is the work done, WAB. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് WAB means work done up to A from B എന്നാണ്. up to A from B എന്നാണ്. So work done per charge. This is the electric potential difference between these 2 points. It is the divided by Q എടുക്കുമ്പോൾ in the case of unit positive charge ആയി മാറുകയും. If Q is equal to +1 coulomb, then the relation becomes this, that is the electric potential difference is equal to work done. അതായി മാറും. So this is the general definition. The electric potential difference between 2 points is the work done in bringing a charge from one point to another point. Then what is the unit of potential അല്ലെങ്കിൽ potential difference? So ഇവിടെ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് കണ്ടെത്താൻ പറ്റും. സി ദിസ് ഈസ് ജൂൾ, ഇതിൻ്റെ യൂണിറ്റ് ജൂൾ, ഇത് കൂളോം അല്ലേ. സോ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് ജൂൾ പെർ കൂളോം. ജൂൾ പെർ കൂളോം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ടേം ഉണ്ട്, വോൾട്ട്. വോൾട്ട്, ജൂൾ പെർ കൂളോം. സിമിലർലി വാട്ട് ഈസ് ദി ഡയമെൻഷൻ? ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഡയമെൻഷൻ കാണാനായിട്ട് ഈസിയാണ്, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നോക്കൂ, വർക്കിൻ്റെ ഡയമെൻഷൻ ആദ്യം കൊടുക്കുക. വർക്കിൻ്റെ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ചാർജ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന? കറണ്ട് ഇൻറ്റു ടൈമാണ് അല്ലേ. കറണ്ട് ഇൻറ്റു ടൈം, അതാണ് ഇതിൻ്റെ ഡയമെൻഷൻ, പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ. സി ഫോഴ്സിൻ്റെ നമുക്കറിയാം mL(T⁻²), ഡിസ്പ്ലേസ്മെൻറ്റ് L ഡിവൈഡഡ് ബൈ കറണ്ട് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. സോ എ എന്ന് കൊടുക്കുന്നു. എ ടൈം T ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ട് മുകളിൽ കൊണ്ടുപോകാം. സോ L², L ഇൻറ്റു L². T അങ്ങ് മുകളിൽ പോകുന്നു. അപ്പോൾ T⁻⁻1. അപ്പോൾ T⁻⁻1ഉം T⁻⁻2, T⁻⁻3. എ അങ്ങ് മുകളിൽ പോകുന്നു, A⁻⁻1. So this is the dimension of electric potential. Relation between electric potential and electric intensity. നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലായിരിക്കും. നമുക്ക് ഇൻറ്റൻസിറ്റി ഉള്ള സ്ഥലത്ത് മാത്രമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എയും ബി 2 പോയിൻറ്റുകളാണ്. അപ്പോൾ ഇവിടെയും അതേപോലെ എയും ബി 2 പോയിൻറ്റുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫീൽഡുള്ള ഒരു സ്ഥലമാണ്.
അപ്പോൾ ശരിക്കും ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിച്ച് കൊണ്ടുവരണമെങ്കിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനൊരു സ്മാൾ വർക്ക് എടുക്കുന്നു ഇതിനിടയിൽ. ആ ഒരു സ്മാൾ വർക്കിനെ DW എന്ന് വിളിക്കും. ശരിക്കും ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഇഫ് ദി ഫീൽഡ് ലൈൻസ് ആർ ആക്ടിങ് ലൈക്ക് ദിസ് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഇവിടെ ഫീൽഡ് ലൈൻസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിച്ച് കൊണ്ടുവരണമെങ്കിൽ വർക്ക് ചെയ്യണം. വർക്ക് ഈസ് ഡൺ അഗെൻസ്റ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് ലൈൻസ്. അപ്പോൾ സോ വാട്ട് ഈസ് ദി സ്മോൾ വർക്ക് DW in bringing the charge from B to A, where the electric potential difference is dV and the distance moved is dr. Then the work done, small work done DW is equal to, നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എഫ് ഡോട്ട് എസ്. അതേപോലെയുള്ള റിലേഷനാണ് എഴുതിയിരിക്കുന്നത് എഫ് ഡോട്ട് DX. എഫ് ഈസ് ദി ഫോഴ്സ് ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് DX ഈസ് ദി സ്മാളസ്റ്റ് ഡിസ്റ്റൻസ്. ഇവിടെ ഞാൻ DR എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. DR വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, DR. ഓക്കെ, സോ എഫ് ഡോട്ട് DR, ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി വർക്ക് ഡൺ. വാട്ട് ഈസ് എഫ് ഡോട്ട് എസ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എഫ് എസ് കോസ് തീറ്റ. സോ എഫ് DR കോസ് 180. എങ്ങനെയാണ് കോസ് 180 വന്നത്? യെസ്, ഫീൽഡ് മൂലമുണ്ടാകുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ഇൻറ്റൻസിറ്റിയുടെ അതേ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്. പക്ഷേ നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിലാണ് നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്. സോ എഫിനും DRനും ഇടയിലുള്ള ആംഗിൾ 180 ഡിഗ്രീസാണ്. ഓക്കെ, സോ എഫ് DR കോസ് 180. നമുക്ക് കോസ് 180ക്ക് പകരം -1 കൊടുത്തിട്ടുണ്ട്. സോ എഫ് ഈസിക്കൽ ടു QE. നേരത്തെ ഞാൻ പറഞ്ഞ റിലേഷനാണ് എഫ് ഈസിക്കൽ ടു QE. ദാറ്റ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് വിച്ച് ഈസ് എഫ് ഈസിക്കൽ ടു QE. സോ എഫ് ഈസിക്കൽ ടു QE ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ DW ഈസിക്കൽ ടു -QE ഇൻറ്റു DR. ഓക്കെ, DR. ദെൻ വാട്ട് ഈസ് DW ബൈ Q? DW ബൈ Q ഈസ് ഈക്വൽ ടു മൈനസ് E DR. ഓക്കെ, സോ DW ബൈ Q നമുക്കറിയാം വർക്ക് ഡൺ പെർ ചാർജ്. നമ്മൾ നേരത്തെ എഴുതിയതാണ് അല്ലേ, ഇറ്റ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദിസ് ഈസ് ദി വർക്ക് ഡൺ പെർ ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സ് വെയർ we have noted dV. So dV is equal to minus E dr. Okay, then what is E? E is equal to minus dV by dr. See, this is the relation between electric intensity and electric potential difference. So electric intensity E is the negative gradient of potential difference എന്നാണ് പറയുന്നത്. ശരിക്കും നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സി, ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ ഈ പോയിന്റിൽ 100 ജൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ 100 വോൾട്ട് ആണെങ്കിൽ, ശരിക്കും ഈ പോയിൻ്റ് ആകുമ്പോൾ ഇവിടെ 80 വോൾട്ട്, ഇവിടെ ആകുമ്പോൾ 40 വോൾട്ട്, ഇവിടെ 20 വോൾട്ട്, ഈ ഡയറക്ഷനിൽ ഡിക്രീസ് ചെയ്യുന്നു ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ദി നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദി പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. സോ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഒരു ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷനാണ്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഒരു പുതിയ ഡെഫിനിഷനിലേക്കാണ് വരുന്നത്. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ പറഞ്ഞതുപോലെ ഒരു പുതിയ കാര്യത്തിലേക്ക് വരുന്നു, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ ശരിക്കും ഈ കാണിച്ചിരിക്കുന്ന ഫീൽഡ് ലൈൻസ് വേരിയിങ് ആണ്, വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണ്. കാരണം ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുതലും ഇവിടെ കുറവുമാണ്, ഇവിടെ ക്ലോസ്ഡ് ആണ് അല്ലേ, ലൈൻസ് കുറച്ച് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേരിയിങ് ആണ്. ഇവിടെ ഇൻറ്റൻസിറ്റി കുറവാണ്, കാരണം ഇത് കുറച്ച് അകന്ന് നിൽക്കുകയാണ്. സോ
ഈ ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിൽ രണ്ട് പോയിന്റുകൾ ഞാൻ സങ്കല്പിക്കുന്നു, എ ആൻഡ് ബി. 2 points ആർ അസ്യൂംഡ്. ഇവിടെ ഒരു പാത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പാത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ വേരിയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കാണുന്നത് ശരിക്കും വർക്ക് ഡൺ ഉപയോഗിച്ച് കൊണ്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വേരിയിങ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വർക്ക് എടുക്കേണ്ടി വരും. എന്നിട്ട് വി ഹാവ് ടു ഗോ ഫോർ ദി കാൽക്കുലസ്, മെത്തേഡ് ഓഫ് കാൽക്കുലസ്. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അസ്യൂം ചെയ്യുന്നു. ദിസ് ഈസ് ഡി എൽ. സേ ഡി എൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് അസ്യൂം ചെയ്യുന്നു. ഈ ഡി എൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡിൻ്റെ, ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, ഈ ഫീൽഡിൻ്റെ ഡയറക്ഷനുമായി മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. So here theta is the angle between the direction of field line and the displacement. So dl is the displacement, a small displacement. Now we have to resolve dl. രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ദിസ് ഈസ് ഡി എൽ കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് ഡി എൽ സൈൻ തീറ്റ. ഇവിടെ ഒരു കമ്പോണൻ്റ് വരും ഡി എൽ സൈൻ തീറ്റ. അപ്പം നമുക്ക് ഡി എൽ കോസ് തീറ്റ മാത്രം എടുത്താൽ മതിയാകും, കാരണം നമ്മൾ ഫീൽഡിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാനുള്ളത്. ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലേ. ഇവിടെ ഡി എൽ എന്ന് ഞാൻ എടുക്കുന്നു, കാരണം ഇവിടെ ഡി എൽ ആണ് എടുത്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് ഡി വി? ഡി വി ഈസ് ഇ ഡി എൽ. ഡി വി ഈസ് ഇ ഡി എൽ. ഓക്കെ, ഒരു നെഗറ്റീവ് സൈൻ കൂടെ കൊടുക്കുന്നു. പക്ഷേ ഇത് വേരിയിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കമ്പോണൻ്റ് എടുക്കുന്നു, ഡി എൽ കോസ് തീറ്റയും കൂടെ എടുക്കുന്നു. സോ ഡി വി ഇസിക്വൽ മൈനസ് ഇ ഡി എൽ കോസ് തീറ്റ. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ്, ദിസ് ഈസ് ദി കമ്പോണൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി. സോ ഡി വി ഇസിക്വൽ മൈനസ് ഇ ഡി എൽ കോസ് തീറ്റ. സോ ഇവിടെ ഇ ഡി എൽ കോസ് തീറ്റയെ നമുക്ക് മൈനസ് ഇ ഡോട്ട് ഡി എൽ എന്ന് പറയാം. ഇ ഡോട്ട് ഡി എൽ. This is dV. Now what is the potential, electric potential? You have to apply the integration method. So integral A dot dl. ടോട്ടൽ ഇൻ്റഗ്രൽ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളെല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്യുന്നു എന്നാണ് എൻ്റെ മീനിങ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊട്ടൻഷ്യലുകളെല്ലാം ആഡ് ചെയ്യുന്നു എന്നാണ് എൻ്റെ മീനിങ്. സോ എ മുതൽ ബി വരെയുള്ള നമ്മൾ എടുക്കുമ്പോൾ യു ഹാവ് ടു apply the limits. V is equal to a to b minus integral a to b e dot dl. See, this is a new definition for electric potential. So V is equal to negative line integral of intensity. See, line integral എന്ന് പറയുന്നത് ഡി എൽ എന്ന് പറയുന്നത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ലൈൻ എലമെൻ്റ് ആണ്. ചില സ്ഥലങ്ങളിൽ വോളിയം എലമെൻറ്റ് വരാം, ഏരിയ എലമെൻറ്റ് വരാം. അപ്പോൾ ശരിക്കും ലൈൻ എലമെൻ്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി പൊട്ടൻഷ്യൽ? ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുക്കാം. സി വി എ മൈനസ് വി ബി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points. And electric potential at a point V is equal to minus integral A to B E dot dl. Definition of 1 volt. അപ്പോൾ 1 വോൾട്ടിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് പറയാൻ പറ്റുന്നതാണ്. അതും വർക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാവുന്ന റിലേഷൻ സേ വി എ മൈനസ് വി ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ബി ബൈ ക്യൂ. ഈ റിലേഷൻ പറയുന്നത് വർക്ക് ഈസ് ഡൺ അപ് ടു എ ഫ്രം ബി. സോ നമുക്കെങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ, വർക്ക് ഡൺ പെർ ചാർജ്. അസ്യൂം ദാറ്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി the work done is 1 joule for carrying a charge plus 1 coulomb.
സി +1 കൂളോം ചാർജിനെ ബിയിൽ നിന്ന് എ വരെ കൊണ്ടുപോകാനായിട്ട് വർക്ക് ചെയ്തത് 1 ജൂൾ ആണെങ്കിൽ നോക്കൂ, ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സി വർക്ക് ഡൺ ഈസ് 1 ജൂൾ ആൻഡ് charge carried is, amount of charge carried is 1 coulomb, then this becomes 1 volt. So 1 volt is the work done. It is defined as the potential difference. It is defined as the potential difference between 2 points if a charge of +1 coulomb is carried from B to A and the work done is 1 joule. അപ്പോൾ 1 ജൂൾ വർക്ക് ചെയ്യാനായിട്ട് +1 കൂളോമിനെ ബിയിൽ നിന്ന് എ വരെ കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ആക്ച്വലി ദാറ്റ് വർക്ക് ഡൺ ഈസ് 1 വോൾട്ട്. അതിനെയാണ് നമ്മൾ 1 വോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇഫ് ദി വർക്ക് ഡൺ ഈസ് 40 ജൂൾ? ഒരു ചോദ്യം ചോദിക്കുന്നു. 40 ജൂൾ വർക്ക് ഡൺ വേണ്ടി വരുന്നു ബിയിൽ നിന്ന് എ വരെ ഒരു ചാർജിനെ, ഒരു +1 കൂളം ചാർജിനെ കൊണ്ടുപോകാൻ. ദെൻ വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയേണ്ടത്? യെസ്, ഇറ്റ് ഈസ് 40 വോൾട്ട് അല്ലേ. നോക്കൂ, അപ്പോൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ വർക്ക് 1 ജൂളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40 ജൂൾ വർക്ക് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കണം പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 40 വോൾട്ട് ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് 1 വോൾട്ട്. ലിസൺ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡ്യൂ ടു എ സോഴ്സ് ചാർജ് ഓർ ടെസ്റ്റ് ചാർജ്. നോക്കൂ, ക്യൂ എന്ന് പറയുന്ന ഒരു സോഴ്സ് ചാർജ് വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് അതർവൈസ് കാൾഡ് എ ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ചുറ്റുമെല്ലാം ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതിൻ്റെ ഫീൽഡ് ലൈൻസിൻ്റെ ആ ഒരു പാതയിൽ 2 പോയിൻ്റുകൾ ഞാൻ അസ്യൂം ചെയ്തിട്ടുണ്ട്, എയും ബി എന്ന് പറഞ്ഞ 2 പോയിൻ്റുകൾ. അപ്പോൾ ഈ എയിലുള്ള ഇൻറ്റൻസിറ്റി അല്ല ബിയിലുള്ള ഇൻറ്റൻസിറ്റി, കാരണം ഇത് കുറച്ചും കൂടെ അകലെയാണ്, ഇത് കുറച്ചുകൂടെ അടുത്താണ്. അപ്പോൾ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ്. അപ്പോൾ അത് കാണണമെങ്കിൽ ആദ്യം നോക്കൂ, എ എന്ന് പറഞ്ഞ ഈ ഒരു പോയിൻ്റ് ക്യൂ ചാർജിൽ നിന്ന് RA ഡിസ്റ്റൻസ് എപ്പാർട്ടും, ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ക്യൂ ചാർജിൽ നിന്ന് RB ഡിസ്റ്റൻസ് എപ്പാർട്ടുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയണമെങ്കിൽ we have to find out the work done. So we have to find the work done in bringing a charge from B to A against the force of the electric field. ബിയിൽ നിന്ന് എയിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ശരിക്കും ഇവിടെ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇവിടുത്തെ ഫീൽഡല്ല ഇവിടുത്തെ ഫീൽഡ്, ഇവിടുത്തെ ഫോഴ്സ് അല്ല ഇവിടുത്തെ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലസ് മെത്തേഡെല്ലാം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനൊരു കാര്യം ചെയ്യുന്നു, ആ ഒരു വർക്ക് കണ്ടെത്തുന്നതിന് ഇവിടെ വളരെ ചെറിയ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു, എ വെരി സ്മോൾ എലമെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്തു. ഈ എലമെൻറ്റ് ഈ ചാർജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്, എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. സോ ഈ എലമെൻറ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് ഞാൻ ഇവിടെ എടുക്കുന്നു, DR എന്നും എടുക്കാം, DL എന്നും എടുക്കാം. DL ലെങ്ത്തുള്ള ഒരു എലമെൻറ്റാണ്. ഈ എലമെൻറ്റിൻ്റെ പ്രത്യേകത, ഇതിനൊരു ലിമിറ്റിംഗ് കണ്ടീഷനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ലെങ്ത് ഓഫ് ദിസ് എലമെൻറ്റ് ഈസ് ലിമിറ്റഡ് ടു 0. 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അത്രയും ചെറുതാണ്. അത്രയും ചെറുതാണെന്ന് പറയാനുള്ള കാരണം ഇവിടെയെല്ലാം ഫോഴ്സുകൾ വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസിൽ ഫോഴ്സ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് വേരിയിങ് ദയർ. ഇവിടെ വേരി ചെയ്യുന്നില്ല. സോ ദി ലിമിറ്റിംഗ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെൻറ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് അപ്രോച്ചിങ് ടു 0 ആൻഡ് ദി ഫോഴ്സ് ഈസ് അസ്യൂംഡ് ടു ബി എ കോൺസ്റ്റൻറ്റ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഈ പോയിൻറ്റിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യും. ഇനി നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെത്തേഡ് ഇതാണ്. ഈ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്ന വർക്ക് നമ്മൾ കണ്ടെത്തണം. സോ നമുക്കറിയാം ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ. ഈ ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ശരിക്കും ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, DL ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിനിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്, അത് നമുക്കറിയാം. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദി വർക്ക് ഡൺ
work done. Actually, it is the small work done in moving the charge through this small distance. So that is taken as dw. dw is equal to നമുക്കറിയാം എഫ് ഡോട്ട് ഡി എൽ ഡി എക്സ് എന്നെടുക്കാം ഡി ആർ എന്നെടുക്കാം, അങ്ങനെയെല്ലാം എടുക്കാം. ഏത് രീതിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എടുക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് എക്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഡി എക്സ് എന്ന് തന്നെ കൊടുക്കും. അതായിരിക്കും നമ്മുടെ ഡെറിവേഷൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഡി എക്സ് എന്ന് തന്നെ കൊടുക്കുന്നു. ഈ ഡിസ്റ്റൻസ് എക്സ് ആയതുകൊണ്ട് ഇതിനെ ഡി എക്സ് എന്ന് കൊടുക്കുന്നു, കാരണം വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണല്ലോ. സോ നമുക്കറിയാവുന്ന ഒരു റിലേഷനാണ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. ഇതെടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കണം. അതിന് മുന്നേ വാട്ട് ഈസ് ദി ഇൻറ്റൻസിറ്റി ഹിയർ, ഇയുടെ വാല്യൂ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. വാട്ട് ഈസ് ദി ഇൻറ്റൻസിറ്റി ഹിയർ? ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്, അതിൻ്റെ ഇക്വേഷൻ കൊടുക്കണം. സോ ഇ ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1/4πε0 ഇൻറ്റു ക്യൂ ബൈ what is the distance from this to this point? It is x, so divided by x square. So ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore f is equal to q into 1/4πε0 into q by x square. ഇനി നമ്മൾ ഈ ഒരു എഫിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കണം. അതിന് മുന്നേ dw is equal to എഫ് ഡോട്ട് ഡി എക്സിനെ എക്സ്പാൻഡ് ചെയ്യുക. എഫ് ഡി എക്സ് കോസ് 180. കോസ് 180 എന്തുകൊണ്ടാണ് 180 വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 180 വന്നത് എഫ് ഈ ഡയറക്ഷനിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതിനിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് എഫ് ഡി എക്സ് കോസ് 180 എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സി എഫിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് മുമ്പ് കോസ് 180 -1 ആണ്. സോ ആ -1 കൊടുക്കുന്നു. എഫ് ഡി എക്സ് -1, that is equal to minus f dx. okay, so what is dw? dw is equal to എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണത്? q ഇൻറ്റു 1/4πε0 അല്ലേ? q ഇൻറ്റു 1/4πε0 q ബൈ എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കുള്ളത്, അപ്പോൾ എഫിൻ്റെ വില ആയിക്കഴിഞ്ഞു. ഒരു ഡി എക്സും കൂടെ ഉണ്ട്, മൈനസും ഉണ്ട്. മൈനസ് ഡി എക്സ്, ഇത്ര ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു കാര്യം ചെയ്യാം. വാട്ട് ഈസ് ഡി ഡബ്ല്യു ബൈ ക്യൂ? ഡി ഡബ്ല്യു ബൈ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഡി ഡബ്ല്യു ബൈ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് 1/4πε0 ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ഡി ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറയുന്നത് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ഓർ ദി ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ വെൻ ദി ചാർജ് ഈസ് മൂവിങ് ത്രൂ ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. സോ വിച്ച് ഈസ് ഡി വി, ടേക്കിംഗ് എസ് ഡി വി. ഡി വി ഈസ് ഈക്വൽ ടു, കാരണം ഡബ്ല്യു ബൈ വർക്ക് ബൈ ചാർജ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് ഡി വി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി ടോട്ടൽ പൊട്ടൻഷ്യൽ? ഇത് ശരിക്കും ഞാൻ എഴുതുന്നത് ടോട്ടൽ പൊട്ടൻഷ്യലാണ്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതിനിടയിലുള്ള, നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെയാണ്? ബി ടു എ ആണ് അല്ലേ? ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ മൂവിങ് the charge from B to A. B to A ആണ് കാണുന്നത്. സോ നമ്മൾ കാൽക്കുലസ് അപ്ലൈ ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ വർക്കുകൾ എല്ലാം, ഇവിടെ നിന്നുള്ള എല്ലാ കൊച്ചു കൊച്ചു വർക്കുകളെല്ലാം കൂടി ആഡ് ചെയ്യുന്നു എന്നാണ് എൻ്റെ മീനിങ്, ഇൻ്റഗ്രേഷൻ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നു. സോ വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ടു എ, ബി ടു എ വരെ പോകുന്നു, മൈനസ് 1/4πε0 ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ശരിക്കും കോൺസ്റ്റൻ്റ് ഇനി വെളിയിലെടുക്കാം. ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ക്യൂ ബൈ 4πε0 വെളിയിലെടുക്കാം, പുറത്തേക്ക് എടുക്കാം നമുക്ക്. സോ ദെർഫോർ വി ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4πε0
എപ്സിലോൺ 0 പുറത്തെടുത്തു. 1/x² മുകളിൽ പോകുന്നു. x⁻². സോ ഇൻ്റഗ്രൽ b to a x⁻² dx. ഇവിടെ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -q/4πε0. നോക്കൂ, ഇൻ്റഗ്രേഷൻ നമുക്കറിയാവുന്നതാണ് അല്ലേ? എന്താ ഇൻ്റഗ്രൽ x⁻n dx? ചെറിയ ക്ലാസ്സിലുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്, x⁻n+1/n+1 അല്ലേ? ഇതാണ് ലിമിറ്റും കൂടെ വരികയാണെങ്കിൽ അത് മൈനസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ x⁻² dx ആകുമ്പോൾ x⁻² + 1 ഡിവൈഡഡ് ബൈ -2 + 1. ഇത് തന്നെ താഴെ എഴുതുന്നു. ലിമിറ്റ് കൊടുക്കുന്നു b to a. ശരിക്കും നമ്മൾ b to a എന്ന് ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് നോക്കുക, RAയും RBയുമാണ്. b to a എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോയിൻറ്റ്സ് ആണ്. ഇവിടെ വേരി ചെയ്യുന്നത് നോക്കൂ, ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ് പ്രധാനമായിട്ടും കൊടുക്കേണ്ടത്. സോ RB to RA, ദി ലിമിറ്റ് ഈസ് ഫ്രം RB to RA. കാരണം എന്താണ്? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ പോയിന്റ് വരെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് RB ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കൂ, RA ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ആണ് വേരി ചെയ്യുന്നത്, അതായത് ഈ dx ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഡിസ്റ്റൻസ് RBയും രണ്ടാമത്തെ ഡിസ്റ്റൻസ് RAയുമാണ്. അതാണ് ലിമിറ്റിംഗ് കേസ്. സോ RB to RA. സോ V is equal to -q/4πε0 ഇൻറ്റു നോക്കൂ x⁻², this is -1 divided by -1. -2 + 1 is -1. RB to RA. സോ V is equal to നോക്കൂ, ഈ മൈനസും മൈനസും കൂടെ പ്ലസ്സായി മാറുന്നു. x⁻−1 1/x ആയിട്ട് എഴുതാം. സോ q/4πε0 ഇൻറ്റു 1/x RB to RA. ഓക്കെ, സോ V is equal to, ഇനി നമ്മളെങ്ങനെയാണ് ഇൻ്റഗ്രേഷനിൽ മൈനസ് ചെയ്യുന്ന? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ q ഡിവൈഡ് ബൈ 4πε0. എക്സിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. സോ 1/RA, എക്സിന് പകരം കൊടുക്കുക RA മൈനസ് 1/RB. See, this is the electric potential difference between A and B. എക്കും ബിക്കുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനുള്ള റിലേഷനാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതും ഓർത്തിരിക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് വരെ പറഞ്ഞു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് അല്ലേ? VAB q/4πε0 1/RA - 1/RB. ഈ റിലേഷൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വ്യത്യാസമാണ് അവിടെ നമ്മൾ കണ്ടത്. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. അതിന് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പോയിൻ്റ് അസ്യൂം ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ 20 വോൾട്ട് ആണെന്നിരിക്കട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഒരു ചാർജിനെ മൂവ് ചെയ്യിച്ച് ഇവിടെ ഒരു +1 കൂളോം ചാർജിനെ മൂവ് ചെയ്യിച്ച് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് 20 ജൂളായിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അതേപോലെ ഇത് കുറച്ചും കൂടെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിന്ന് ഒരു ചാർജിനെ +1 കൂളോം ചാർജിനെ ഇവിടെ എത്തിക്കുമ്പോൾ 40 വോൾട്ട് ആകാം, അല്ലെങ്കിൽ വർക്ക് 40 ജൂളാകും. അതേപോലെ ഇവിടെ നിന്ന് ഒരു +1 കൂളോം ചാർജിനെ മൂവ് ചെയ്യിച്ച് ഇവിടെ എത്തുമ്പോൾ ഒരു പക്ഷേ 100 ജൂളാകാം, അല്ലെങ്കിൽ 100 വോൾട്ട് ആകാം. ഇത് 100 ജൂളാകാം വർക്ക്, കാരണം കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള 2 പോയിൻ്റ് ആണെങ്കിലോ, 2 പോയിൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു 80 വോൾട്ടും ഇവിടെ ഒരു 20 വോൾട്ടും ആകാം. അപ്പോൾ ഇതിനിടയിലുള്ള ഡിഫറൻസാണ് അവിടെ നമ്മൾ എടുക്കുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇതിനിടയിലുള്ള ഡിഫറൻസാണ് അവിടെ എടുക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് പറഞ്ഞ ഈ 20 വോൾട്ട് 40 വോൾട്ട് 100 വോൾട്ട് ഇങ്ങനെയുള്ള ഈ ഒരു കേസിലെല്ലാം നമ്മളെപ്പോഴും വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഒരു പോയിന്റിൽ മെഷർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ
പോയിൻ്റ് വെച്ചുകൊണ്ടാണ്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ്. ഇപ്പോൾ ഒരാളെ കണ്ടതിന് ശേഷം അയാളുടെ ഹൈറ്റ് നമ്മൾ പറയുന്നു. അപ്പോൾ ഒരാൾ കുറച്ച് ഇത്ര പറയുന്നു, ഒരാൾ ഇത്ര പറയുന്നു, ചിലർ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഹൈറ്റ് പറയണമെന്നില്ല. അപ്പോൾ ഈ ഒരു ചോക്കിൻ്റെ ഹൈറ്റ് പറയാനായിട്ട് എല്ലാവരും ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് പല രീതിയിലായിരിക്കാം ചോക്കിൻ്റെ ഹൈറ്റ് പറയുന്നത്. അതേപോലെയാണ് ഇവിടെയും പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു റെഫറൻസ് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ശരിക്കും എർത്തിൻ്റെ സർഫസിൽ നിന്നാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ചോക്കിന് ഇത്രയും ഹൈറ്റിലെത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി അല്ല ഇത്രയും ഹൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹൈറ്റിലുമുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും നമുക്കൊരു റെഫറൻസ് ആവശ്യമാണ്, എങ്ങനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്ഥലത്ത് മെഷർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇൻഫിനിറ്റി ആണ് എന്ന് പരിഗണിക്കും. ലെറ്റ് ദിസ് പോയിൻ്റ് ബി അറ്റ് ഇൻഫിനിറ്റി. ഇത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ ഒരു റിലേഷൻ നോക്കുക. ഈ ഒരു റിലേഷനിൽ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ആർ ബി, ദി ഡിസ്റ്റൻസ് ആർ ബി ഇസ് അറ്റ് ഇൻഫിനിറ്റി. സോ ആർ ബി ഇൻഫിനിറ്റിയിലാണെങ്കിൽ വാട്ട് ഈസ് വി എ ഇൻഫിനിറ്റി, രണ്ടാമത്തെ പോയിൻ്റ് ഇൻഫിനിറ്റിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു 1/RA മൈനസ് 1/∞. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഡെറിവേഷൻ അതേപോലെ ആവർത്തിച്ച് വന്നാൽ അതിനുശേഷം ഇതിലേക്ക് വരാം, വളരെ പെട്ടെന്ന് വരാൻ പറ്റുന്നതാണ്. സോ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് 1/∞? 1/∞ ഈസ് ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്? ശരിക്കും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ്, എയിലുള്ള പൊട്ടൻഷ്യൽ. അതുകൊണ്ട് വി എ എന്നെടുക്കാം. ആ ഒരു പോയിൻ്റേ നമ്മൾ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് വി എന്ന് മാത്രം എടുത്താലും മതിയാവും. സോ വി ഈസ് ഈക്വൽ ടു, വേറൊരു പോയിന്റ് ഇല്ലല്ലോ, അതുകൊണ്ട് ഇതിനെ വി എന്ന് വിളിക്കാം. ദി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് വി. സോ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു 1/R. എ എന്ന് പറഞ്ഞ പോയിന്റ് ഒരേ ഒരു പോയിൻ്റാണ്, അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പേര് കൊടുക്കുന്നില്ല, ആർ എന്ന് വിളിക്കാം. അറ്റ് എ ഡിസ്റ്റൻസ് ആർ മൈനസ് 0. സോ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ അല്ലെങ്കിൽ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ. സി ദിസ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. സി ദിസ് ഈസ് എ പോയിന്റ് ചാർജ്. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഡെറൈവ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നേരിട്ട് നിങ്ങൾക്ക് നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് എത്താം, അല്ലെങ്കിൽ നേരത്തെ ചെയ്തതിൽ രണ്ടാമത്തെ പോയിന്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് ആദ്യമേ നിങ്ങൾക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആർ ബി ടു ആർ എ നേരത്തെ നമ്മൾ പറഞ്ഞു, അതേപോലെ ഇൻഫിനിറ്റി ടു ആർ വെച്ച് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നാലും മതി. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. വി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ അസ്യൂം ചെയ്യുക, രണ്ടാമത്തെ പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഇത് വേണ്ട, ഈ ഡിസ്റ്റൻസിനെ ആർ എന്ന് വിളിക്കാം. ഇത് ആറാണ്, കാരണം ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. ആൻഡ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാകും, വി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കുറയും തോറും പൊട്ടൻഷ്യൽ കൂടുന്നു. വളരെ അടുത്ത ഡിസ്റ്റൻസിൽ എപ്പോഴും പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അതാണ് വി പ്രൊപ്പോർഷണൽ ടു 1/R എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം.